എല്ലാവർക്കും നമസ്കാരം. നിജിഷാസ് ചാനലിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആവശ്യത്തിന് പുളിപ്പും മധുരവും എരിവും ഒക്കെയുള്ള നല്ലൊരു അടിപൊളി പച്ചമാങ്ങ ജ്യൂസ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ്. ഇതിന് വേണ്ടത് ഒരു പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കസ്കസ് ഇതുപോലെ വെള്ളത്തിൽ ഒഴിച്ച് വയ്ക്കുക, കുതിർക്കാനായിട്ട് വയ്ക്കുക. പിന്നെ വേണ്ടത് പുതിനയിലയാണ്. അതും കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഐസ് ക്യൂബ്. പുതിനയില കയ്യിലുണ്ടെങ്കിൽ മതിയെങ്കിലും അത് ചേർക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു അടിപൊളി റീഫ്രഷിങ് ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് മാങ്ങയുടെ തൊലി കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കാം. നല്ല നാടൻ മാങ്ങ കൊണ്ട് ഉണ്ടാക്കണം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ വാങ്ങാൻ കിട്ടിയ ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തൊലി കളഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. ജ്യൂസർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതൊരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ, അതുകൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു തണ്ട് പുതിനയില. ഈ ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. നല്ലൊരു ടേസ്റ്റാണ് പുതിനയില. മാക്സിമം അവോയ്ഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഞാനിപ്പം എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം തണുത്ത വെള്ളമാണ് കേട്ടോ. തണുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഐസ് ക്യൂബ് ഇടുന്നുണ്ട്. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള മധുരം ഞാനൊരു 4 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പുളിപ്പും ഒക്കെ ഉള്ളത് കാരണം കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഗ്ലാസ്സിന് ഞങ്ങൾക്ക് 4 ഗ്ലാസ് ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-8 ഐസ് ക്യൂബ് കൂടി ഇത് ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒത്തിരി ആവശ്യത്തിന് ജ്യൂസിനുള്ള വെള്ളം ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാങ്ങയൊന്നും അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് ആദ്യമേ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് തൊട്ട് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അങ്ങനെ വീഡിയോ പെട്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഞാനിതൊന്ന് നമ്മൾ അരിച്ചെടുക്കുകയാണ്. ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. കുറച്ച് കഷ്ണങ്ങളല്ലാതെ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ അതൊക്കെ കളഞ്ഞ് നമുക്ക് നല്ല ജ്യൂസായിട്ട് എടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കസ്കസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഉണ്ടാക്കിയപ്പോൾ ഇത്രയും നല്ലൊരു ടേസ്റ്റാണെന്ന്. ആവശ്യത്തിന് പുളിയും ആവശ്യത്തിന് മധുരവും ഒരു പച്ചമുളക് കൂടിയൊക്കെ ഒരു അരിഞ്ഞിട്ടാൽ ഒരു ചെറുതായിട്ടുള്ളൊരു എരിവും അങ്ങനെയൊക്കെ കൂട്ടി നല്ലൊരു അടിപൊളി റീഫ്രഷിങ് ഡ്രിങ്കാണ്. ആ പുതിനയില ഇടുമ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റ് എല്ലാം മാറും ജ്യൂസിൻ്റെ. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. തെറ്റായാലും ശരിയായാലും എന്തായാലും ഞാനത് തിരുത്തുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു അടിപൊളി റീഫ്രഷിങ് ഡ്രിങ്ക്. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് നമ്മുടെ നടുവൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കുടിച്ച് നോക്കണം. സത്യമായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും എനിക്ക് തിരിച്ച് റിപ്ലൈ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത്രയും ടേസ്റ്റ് സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. പലപ്പോഴും പച്ചമാങ്ങ കിട്ടിയപ്പോഴും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. എനിക്ക് വലിയൊരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.